ഈ കൊളീജിയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് ഏറെക്കാലമായിട്ട് ഉയർന്നു വരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ കൊളീജിയം തന്നെ ഒരു തീരുമാനം എടുക്കുന്ന ഒരു മാറ്റമൊക്കെ വേണം. ഒരേ കുടുംബത്തിൽ നിന്ന് തന്നെ മാത്രം ന്യായാധിപന്മാർ ഉണ്ടായി വരുന്നു. എന്തായിരിക്കും സംഭവിക്കുക? അത് ഉടനെ ഒന്നും നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. വാസ്തവത്തിൽ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ ഇങ്ങനൊരു ആക്ട്, അതൊരു ഭരണഘടനാ ഭേദഗതിയാണ്. അത് മോദിക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്ത സമയത്ത് പോലും അദ്ദേഹം പാസ്സാക്കിയെടുത്തതാണ് ആ ബില്ല്. 16 നിയമസഭകളും ആ ബില്ല് റാറ്റിഫൈ ചെയ്തു, ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട്. എന്നിട്ട് സുപ്രീം കോടതി അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് റദ്ദാക്കി. ഭരണഘടനാ ബെഞ്ചായിരുന്നു. 5-ൽ 3 പേര് അത് ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞു, 2 പേര് അതിന് കുഴപ്പമില്ല എന്നും പറഞ്ഞു. ഫലത്തിൽ സംഭവിച്ചത് 140 കോടി ജനങ്ങളുടെ ജനപ്രതിനിധികൾ, തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ പാസ്സാക്കിയ ഒരു ആക്ട് 3 തിരഞ്ഞെടുക്കപ്പെടാത്ത ആളുകൾ റദ്ദാക്കുകയായിരുന്നു. അവർ മോശക്കാരാണെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ബട്ട് ദേ വെയർ അൺഇലക്റ്റഡ്, ദേ വെയർ നോമിനേറ്റഡ് ബൈ സംവൺ. അവർ പറയുന്നു ഇവർ ചെയ്തത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയുന്നു. ആര്? ലോക്സഭ, രാജ്യസഭ, 16 നിയമസഭകൾ. ഇവർക്കാർക്കും, ഈ നിയമനിർമ്മാണം നടത്തുന്ന സഭകൾക്കാർക്കും തന്നെ ഭരണഘടന അറിയില്ല. അതറിയുന്നത് ഞങ്ങൾ 3 പേർക്കാണ്. അതുകൊണ്ട് ഞങ്ങളത് ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കും. അവരുടെ അതേ സ്റ്റേജിലുള്ള 2 ജഡ്ജിമാർ പറഞ്ഞു നോ, ഇതിൽ തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. ആൻഡ് ദെയർ സ്റ്റാർട്ടഡ് ദ പ്രോബ്ലം. മോദി സർക്കാരും പിൻവലിഞ്ഞു. ശരി, സുപ്രീം കോടതിയുടെ വിധി വന്നാൽ പിന്നെ എന്താ ചെയ്യുക? എന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞു നിങ്ങളൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാക്കണം ജഡ്ജിമാരെ എടുക്കാനായിട്ട്. കൊളീജിയം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാക്കി ഞങ്ങൾക്ക് തരണം. അത് ഞങ്ങൾ പരിശോധിച്ച് അത് ശരിയാണെങ്കിൽ അത് നടപ്പിലാക്കാൻ ആലോചിക്കാം. സർക്കാർ കൊടുത്തില്ല. കൊടുക്കാതെ ഇങ്ങനെ പോയി 1.5 വർഷം ഇടയ്ക്കിടയ്ക്ക് സുപ്രീം കോടതി ഓർമ്മിപ്പിക്കും, കത്തെഴുതും. അന്ന് അറ്റോർണി ജനറൽ KK വേണുഗോപാലാണ്. KK വേണുഗോപാലിനോട് ഒരു തവണ കോടതി പറഞ്ഞു ഇതെന്തൊരു കഷ്ടമാണ്, 1.5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ SOP ഉണ്ടാക്കി തരുന്നില്ല. വേണുഗോപാൽ പറഞ്ഞു തന്നിട്ടെന്ത് വേണം? ഞങ്ങൾ ലോക്സഭയിൽ ചർച്ച ചെയ്ത്, രാജ്യസഭയിൽ ചർച്ച ചെയ്ത്, 16 നിയമസഭകളിൽ ചർച്ച ചെയ്ത് പാസ്സാക്കിയ ഒരു ബില്ല് കൊള്ളുകയില്ലാത്തതാണെന്ന് പറഞ്ഞ് നിങ്ങളെടുത്തിട്ട് തോട്ടിക്കളഞ്ഞു. അപ്പം ഞങ്ങളിനി ബുദ്ധിമുട്ടിയിരുന്ന് SOP ഉണ്ടാക്കി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങളത് പരിശോധിക്കും. പരിശോധിച്ചിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? നിങ്ങൾ ചവിറ്റുകൊട്ടയിലിടാൻ പോകുന്നു. എന്തിനാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നത്? നിങ്ങളിപ്പോൾ നിങ്ങളുടെ കൊളീജിയം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, നടത്തിക്കോ. അല്ല, അങ്ങനെ ചെയ്ത്, കാരണം ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയ്ക്ക് വലിയ കോട്ടം തട്ടി ഈ ജഡ്ജ്മെൻറ്റ്, NJSC ജഡ്ജ്മെൻറ്റ് റദ്ദാക്കി കഴിഞ്ഞപ്പോൾ. വലിയ രീതി റിട്ടയറായി കഴിഞ്ഞിട്ട് പലരും ഇതിനെ ന്യായീകരിക്കാൻ വല്ലാതെ കഷ്ടപ്പെട്ടു. 100,000 ലേഖനങ്ങൾ അവർക്കെതിരെ വന്നു ഈ ജഡ്ജ്മെൻറ്റിനെതിരെ. ഇതൊക്കെ സുപ്രീം കോടതിയുടെ ക്രെഡിബിലിറ്റിയാണ് നശിപ്പിക്കുന്നതെന്ന് അവർക്കറിയാം. അതിൻ്റെ കൂടെയാണ് KK വേണുഗോപാലിൻ്റെ ഈ ഉത്തരവ്. There is no use giving a paper to you because you are not going to agree to that. Why should I labor for making a standard operating procedure? You make it, you implement it. സിനുജി ബുദ്ധിമുട്ടി ഒരു കടലാസ് തയ്യാറാക്കി എൻ്റെ കൊണ്ടുവരും, എന്നിട്ട് ഞാനത് പരിശോധിക്കും. അപ്പോഴും ഞാനത് അംഗീകരിക്കുമെന്നല്ല, ഞാൻ പരിശോധിക്കും. അന്ന് പിന്നെ ഞാൻ തന്നെ ഒരെണ്ണം ഉണ്ടാക്കി ഞാൻ തന്നെ അങ്ങ് ചെയ്താൽ പോരെ, എന്തിനു സുനിജിയെ ബുദ്ധിമുട്ടിക്കണം? എന്നിട്ട് സ്റ്റിൽ മര്യാദക്കാരനായതുകൊണ്ട് വേണുഗോപാൽ പറഞ്ഞു ഞാൻ ഓക്കെ, ഐ വിൽ ടേക്ക് അപ്പ് അഗെയിൻ വിത്ത് ദ ഗവൺമെൻറ്. കൊടുത്തില്ല ഗവൺമെൻറ്, ഇന്ന് വരെ കൊടുത്തിട്ടില്ല. കാരണം ജനപ്രതിനിധികൾക്കോ നിയമനിർമ്മാണ സഭകൾക്കോ യാതൊരു വിലയും സുപ്രീം കോടതി കൊടുക്കുന്നില്ല. വെൻ ഇറ്റ് കംസ് ടു ദെയർ ടെറിട്ടറി ഒരു വിലയും കൊടുക്കുന്നില്ല. ഇപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ അവർ തലയിടുന്നുണ്ട്. ജുഡീഷ്യൽ ആക്ടിവിസം എനിക്ക് കുഴപ്പമൊന്നുമില്ല. ബട്ട് ജുഡീഷ്യൽ ഓവർ റീച്ച് ഉണ്ടല്ലോ, അതൊരു മര്യാദയല്ല. ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഇടപെടൽ, ഇപ്പോൾ ഈ
സർവേ പാടില്ല എന്ന്. സർവേ പാടില്ല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയുടെ സ്റ്റേ ഓർഡറിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് നോ സ്യൂട്ട് ഷാൽ ബി രജിസ്ട്രേഡ് ഇൻ എനി കോർട്ട് ഓഫ് ലോ ഇൻ ഇന്ത്യ. സാധാരണ നമ്മൾ എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും പറയുന്നതാണ് നിയമ നടപടി എടുക്കും. അതാർക്കും എടുക്കാൻ അവകാശമുണ്ടല്ലോ. കേസ് കൊടുക്കാൻ എനിക്കും അവകാശമുണ്ട്, സിനിജിക്ക് ഒരു പൗരന് അവകാശമുണ്ട്. കേസല്ലേ, അതെ, ആളെ പിടിച്ച് തല്ലുന്നൊന്നുമില്ല. കേസ് കൊടുക്കരുത് എന്നാണ് സ്റ്റേ ഓർഡർ. ഇപ്പോൾ ഒരു പ്രത്യേക കാര്യത്തിന് നോ സ്യൂട്ട് ഷാൽ ബി രജിസ്ട്രേഡ്. പിന്നെ പൗരന് എവിടെ പോകണം? കേസ് കൊടുക്കാൻ പാടില്ല. കേസ് കൊടുക്കാൻ പാടില്ല, അതാണ് സ്റ്റേ ഓർഡർ. ഇത് സംബന്ധിച്ച് മന്ദിർ മസ്ജിദ് സംബന്ധിച്ച് ഡിസ്പ്യൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മുനിസിപ്പൽ കോടതിയിൽ, സബ് കോടതിയിൽ ഒരു അന്യായം ഫയൽ ചെയ്യാൻ പാടില്ല. ഫയൽ ചെയ്യാൻ അവരെടുത്ത് തോട്ടിക്കളയും. ഇറ്റ് ഷാൽ നോട്ട് ബി രജിസ്റ്റേർഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത് നിർദ്ദേശം. ഇത് സുപ്രീം കോടതി ചെയ്യുന്നത് ന്യായമാണ്. ആരെ ഇവരെ തിരഞ്ഞെടുത്തത്? തിരഞ്ഞെടുത്തവരല്ല, നോമിനേറ്റ് ചെയ്തു. ആര് ചെയ്തു? അതിന് മുമ്പുള്ള ആൾ ചെയ്തു. YV ചന്ദ്രചൂഡിൻ്റെ മകനെ വേറൊരാൾ നോമിനേറ്റ് ചെയ്യുക, അയാളുടെ മകനെ ഇയാൾ നോമിനേറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് സോ ഗ്ലെയറിങ്. ഇവരാരും മോശക്കാരുമല്ല. ഞാനിപ്പോൾ രണ്ടുപേരുടെ ഉദാഹരണം പറയാം. കേരള ഹൈക്കോടതിയിൽ ബെച്ചു കുര്യൻ തോമസ്, ജസ്റ്റിസ് KT തോമസിൻ്റെ മകനാണ്. വൺ ഓഫ് ദ ഫൈനസ്റ്റ് ജഡ്ജസ്. ഒരു കുറ്റവും പറയാൻ പറ്റില്ല. ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ, ജസ്റ്റിസ് KK നരേന്ദ്രൻ്റെ മകനാണ്. ഒരു കുറ്റവും പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. ദർ കുഡ് ബി സം മിസ്റ്റേക്സ് ഹിയർ ഓർ ദാൻ, അത് വേറെ കാര്യം. സാധാരണ ജഡ്ജ്മെൻറ്റിനെ ആരും ക്രിട്ടിസൈസ് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാമെന്നുള്ളതല്ലാതെ ഇൻറ്റഗ്രിറ്റിയോ നോളജോ കേപ്പബിലിറ്റിയോ ഇതൊന്നും ജസ്റ്റിസ് അനിൽ നരേന്ദ്രൻ്റെയോ ബെച്ചു കുര്യൻ തോമസിൻ്റെയോ ഇറ്റ് ഈസ് അൺക്വസ്റ്റ്യനബിൾ. ഇംപെക്കബിൾ ഇൻറ്റഗ്രിറ്റിയും ക്യാരക്ടറും നോളജും ഉള്ള ആൾക്കാരാണ് ഇവർ. നൗ ക്യാൻ യു സേ ദാറ്റ് മകനെ നിയമിക്കുന്നത് സ്വജനപക്ഷപാതമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഈ കേപ്പബിൾ അല്ലാത്ത ഒരാളിനെ, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാളിനെ പിൻവാതിലൂടെയൊക്കെ ഇങ്ങനെ തിരികെ കയറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മോശമെന്ന് പറയാൻ പറ്റും. ബട്ട് ഇതുവരെയുള്ള ചരിത്രത്തിലുണ്ടല്ലോ ഈ അച്ഛൻ മകൻ അല്ലെങ്കിൽ അമ്മാവൻ അനന്തരവൻ ഇത് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ അപ്പോയിൻ്റ് ചെയ്ത ആൾക്കാർ മോശമാണ് എന്ന് ആരും പറയാനിടയായിട്ടില്ല. ഒരു സംശയം ചോദിക്കട്ടെ, ഈ LGS ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് മുതൽ ഉയർന്ന പോസ്റ്റിൽ ഇപ്പോൾ IAS തരത്തിലുള്ള ആളുകളെ വരെ എടുക്കുന്നത് മത്സര പരീക്ഷകളിലൂടെയല്ലേ? അപ്പോൾ ഒരു മത്സരം നടത്തി ഇതിനേക്കാൾ ബെറ്റർ വേറൊരാളുണ്ടാവും. ചിലർക്ക് ലക്കും കൂടെ ഉണ്ടെങ്കിൽ അവർ നല്ല പൊസിഷനിലെത്തും. അപ്പോൾ ഇവർ മോശമല്ല എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടി നല്ല ആളുകൾ ഇവിടെ ഉണ്ട് എന്നൊരർത്ഥമില്ലേ? എല്ലാ സിസ്റ്റത്തിലും ഈ പറഞ്ഞ കുഴപ്പങ്ങളുണ്ടാകും. ഇപ്പോൾ മത്സര പരീക്ഷ വെച്ചു. മത്സര പരീക്ഷയുടെ ദിവസം ഒരാൾക്ക് പനിയാണെങ്കിൽ അയാൾ തോറ്റുപോകും. അന്യഥാ നല്ല കഴിവുള്ള മനുഷ്യനാണ്, മത്സര പരീക്ഷയുടെ ദിവസം പനി വന്നു പോയി, തോറ്റില്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കുക. സകല സിസ്റ്റത്തിനും അതിൻ്റേതായ ഒരു തകരാറുണ്ട്. ബട്ട് ഈ ഒരു വാദം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ മകനെയും നിങ്ങളുടെ അനന്തരവനെയല്ലേ വെച്ചത് എന്നുള്ള ചോദ്യം സുപ്രീം കോടതിയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതില്ലാതെയാക്കുക. പക്ഷേ അവിടെ വേറൊരു അന്യായം തുടങ്ങുകയാണ്. എൻ്റെ മകനായിപ്പോയി എന്നുള്ള കുറ്റം കൊണ്ട് അയാൾക്ക് ജഡ്ജി ആവാൻ പറ്റില്ല. മറ്റുള്ളവരോട് മത്സരിച്ചാകാമല്ലോ. മത്സരം ഇല്ലല്ലോ, ഇനി കൊളീജിയത്തിൽ മത്സരം ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് മത്സരം വയ്ക്കുക എന്നുള്ള സ്ഥിതിയിലേക്ക് വരും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കൊളീജിയം സിസ്റ്റം അഴിച്ചു പണിയേണ്ടി വരും. വലിയ പ്രോസസ്സാണ്. ആ പ്രോസസ്സാണ് ലെജിസ്ലേച്ചർ ചെയ്തത് സുപ്രീം കോടതിക്ക് വേണ്ടിയിട്ട്. ബട്ട് അന്നിരുന്ന ജഡ്ജിമാർക്ക് അത് പറ്റിയില്ല. അത് പറ്റില്ല എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ദേ ഹാവ് എ റീതിങ്കിങ്. ലെറ്റ് us see, ഇത് പോയിട്ട് എവിടെയെങ്കിലും ഒരിടത്ത് സെറ്റിലാവും. ആവാണ്ടിരിക്കില്ല. ചില കാര്യങ്ങൾ കാലം കഴിയുമ്പോഴായിരിക്കും തിരിച്ചറിഞ്ഞത്. അതുപോലെയാണ് കൊളീജിയം തിരിച്ചറിഞ്ഞത് എന്നൊന്നും ഞാൻ പറയില്ല. ഇത് കൊളീജിയൻ സിസ്റ്റം വന്നത് എങ്ങനെയാണ്? ലെജിസ്ലേഷൻ്റെ തെമ്മാടിത്തരം കൊണ്ടാണ് കൊളീജിയൻ സിസ്റ്റം വന്നത് തന്നെ. അന്ന് പ്രധാനമന്ത്രിയും ലോ മിനിസ്റ്ററും കൂടെയാണ് സുപ്രീം കോടതി ജഡ്ജിയെ നിയമിക്കുന്നത്. എത്ര പേര് സീനിയോറിറ്റി മറികടന്നും പിടിച്ചും സ്വന്തക്കാരെയൊക്കെ ഇന്ദിരാഗാന്ധി നിയമിച്ചു. അതങ്ങനെ തുടർന്ന് വന്നിട്ട് 93 മറ്റോ ആണ് ഈ കൊളീജിയൻ സിസ്റ്റം. ഇറ്റ് വാസ് വേറൊരു കേസിൻ്റെ
ഫോളോ ഔട്ടായിട്ടൊക്കെയാണ് ഈ കൊളീജിയൻ സിസ്റ്റം വരുന്നത്. വലിയൊരു ഹിസ്റ്ററി അതിൻ്റെ പുറകിലുണ്ട്. കൊളീജിയൻ സിസ്റ്റം പെട്ടെന്നൊരു ദിവസം സുപ്രീം കോടതി അങ്ങ് തീരുമാനിച്ചതല്ല. സുപ്രീം കോടതി വാസ് ഫോഴ്സ് ടു മേക്ക് എ സിസ്റ്റം ത്രൂ വിച്ച് ദേ ക്യാൻ ഐസൊലേറ്റ് പൊളിറ്റീഷ്യൻസ് ആൻഡ് ടേക്ക് എ ഡിസിഷൻ. അങ്ങനെ വന്ന് കൊളീജിയൻ സിസ്റ്റത്തിലേക്ക് ഇത് ചാടിയതാണ്. അല്ലാതെ സുപ്രീം കോടതിക്ക് സ്വമേധയാ ഒരു കൊളീജിയൻ സിസ്റ്റം ഉണ്ടാക്കാൻ സാധ്യമല്ല. നേരത്തെ ഉണ്ടായിരുന്ന സിസ്റ്റം മന്ത്രിമാർ, ലോ മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും കൂടെ സുപ്രീം കോടതി ജഡ്ജിമാരെ തീരുമാനിക്കാൻ ചില്ലറ ഗൈഡ് ലൈൻസൊക്കെ ഉണ്ട്. പക്ഷേ ഭീകരമായ സ്വജനപക്ഷപാതം അതിൽ നടന്നിട്ടുണ്ട്. അതില്ലാതാക്കാനാണ് ഈ സിസ്റ്റം കൊണ്ടുവന്നത്. ഇപ്പോൾ ഈ സിസ്റ്റത്തിൽ അത് മെല്ലെ വിമർശന വിധേയമാകുന്നു. സോ ദേ ആർ ടേക്കിംഗ് എ കറക്റ്റീവ് സ്റ്റെപ്പ്. ഇതാണ് നമുക്ക് കാത്തിരിക്കാനേ മാറ്റം ഉണ്ടാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.